ചെയ്യുന്നത്. എനിക്ക് പ്രത്യേകം പറയാൻ, ഞങ്ങൾ കുറെ നാളായിട്ട് ബ്രദറിന്റെ ധ്യാനത്തിൽ കൂടുന്ന ആൾക്കാരാണ്, കുറെ അധികം നാളായിട്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എൻ്റെ പരീക്ഷയുടെ സമയത്ത്, ഞാൻ ആറിന്റെ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ പരീക്ഷ പാസ്സായി. പരീക്ഷ പാസ്സാവുന്നതിന് മുമ്പ്, എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ ബ്രദറിനെ വിളിച്ചായിരുന്നു. അപ്പൊ ബ്രദറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ബ്രദറെ ഭയങ്കര ടഫ് എക്സാം ആണ്, 3.5 മണിക്കൂർ 4 മണിക്കൂറിന്റെ എക്സാം ആണ്, അത് പാസ്സാവാൻ ഭയങ്കര പാടാണ് ബ്രദറെ എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനായിരുന്നു. അപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് ബ്രദർ എനിക്കൊരു കൊന്തയും പിന്നെ വിശുദ്ധ വെള്ളവും പ്രാർത്ഥിച്ചു തന്നിട്ട് ബ്രദർ പറഞ്ഞു, നീ ഇത് പ്രാർത്ഥിച്ചു പോയിക്കോളൂ, ഒരു തടസ്സം ഉണ്ടാവില്ല, നീ പരീക്ഷ പാസ്സാവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ കൊന്തയും കൊണ്ടാണ് ഞാൻ പോയപ്പോൾ സാധാരണ രീതിയിൽ ഒരു സാധനം നമ്മൾ എക്സാം ഹോളിലോട്ട് കയറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കൊന്ത കയറ്റിക്കോട്ടെ എന്ന് ചോദിച്ചു അവരോട്. അപ്പൊ അവര് ഇന്ന് കുറച്ച് നോക്കി നിന്നിട്ട് പറഞ്ഞു, ഓക്കെ കൊന്ത കൈ പിടിക്കാൻ പറ്റില്ല, കഴുത്തേലിട്ടോളാൻ പറഞ്ഞു എന്നോട്. എന്നിട്ട് ഞാൻ കഴുത്തേലിട്ട് എക്സാം എഴുതാൻ വേണ്ടി ഞാൻ ഹോളിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര അത്ഭുതമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ ഞാൻ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു 123 ക്വസ്റ്റ്യൻ വരെ ഞാൻ അറ്റൻഡ് ചെയ്തു. എനിക്ക് യാതൊരു ക്ഷീണവും ഇല്ല. ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും പിന്നെ ചെയ്യാനുള്ള ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാനൊരു 123 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിന്യൂസ് ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാനന്ന് വൈകുന്നേരം വന്ന് നോക്കിയപ്പോൾ ഞാൻ പരീക്ഷ പാസ്സായി. അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ്, മാതാവിന്റെ വലിയൊരു അനുഗ്രഹം. ബ്രദർ പ്രത്യേകം പ്രാർത്ഥിച്ച് ആ കൊന്ത ഞാൻ കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര എനർജിയാണ് എനിക്ക് പരീക്ഷ